ഇപ്പം ഞാൻ നിൽക്കുന്നത് ഊട്ടിയിലാണ് നിൽക്കുന്നത്. ഞാനിന്ന് തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. സാധാരണ അങ്ങനെ നാട്ടിലേക്ക് തിരികെ പോകുന്ന വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എന്തായാലും നാട്ടിലേക്ക് പോകുന്നത് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും നിന്നിട്ട് തിരികെ നാട്ടിലേക്ക് പോകുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനിപ്പോഴും ഊട്ടി ഈ ഒരു യാത്ര ഏകദേശം ഒരുപാട് നാളൊന്നും ആയൊന്നുമില്ല, ഒരു 4-5 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയെല്ലാം കഴിഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴെന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഊട്ടിയിൽ നിന്നും കോയമ്പത്തൂരേക്ക് പോകുന്നൊരു യാത്രയുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള യാത്രയാണ്. ഞാൻ ഇങ്ങോട്ടേക്കും ആ റൂട്ട് വഴിയൊക്കെയാണ് വന്നത്, പക്ഷേ ട്രെയിനിലും അങ്ങനെ ബസ്സിലും അങ്ങനെ മാറിയാണ് വന്നത്. ഇതിപ്പോൾ ഞാൻ തിരികെ പോകുന്നത് ബസ്സിലങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്, അതായത് കോയമ്പത്തൂർ വരെ. അങ്ങനെ കോയമ്പത്തൂർ പോയതിന് ശേഷം കോയമ്പത്തൂരിൽ നിന്നും പാലക്കാടേക്ക് ട്രെയിനുണ്ട്. ഉച്ചയ്ക്ക് 1:50 ട്രെയിൻ. ഈസി ആയിട്ട് കിട്ടും, ആ വണ്ടി കിട്ടും. അപ്പോഴാ വണ്ടി പിടിക്കാനാണ് ലക്ഷ്യം. ഇപ്പോഴും സമയം രാവിലെ 10:30 ആയിരിക്കുവാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ട് നടന്നു വന്ന വഴിയിൽ നിന്നും അകത്തേക്കൊരു വഴി കണ്ടു. ഇവിടെ ആയിട്ട് ചെറിയൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു വഴി അകത്തേക്കൊന്ന് നടക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് ഹിന്ദി ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഹോട്ടലിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഇതെവിടെയായിട്ട് റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 4 ഇഡ്ഡലി 50 രൂപ. താഴെട്ടില്ലേ ഇഡ്ഡലി എത്തിയിരിക്കുവാണ്. സത്യത്തിൽ ഇന്നലെ കഴിച്ച വെജിറ്റേറിയൻ ഹോട്ടലിൽ 2 ഇഡ്ഡലി ആയിരുന്നു 40 രൂപ. ചട്നിയും സാമ്പാറും ഒക്കെ വന്നിട്ടുണ്ട്. പച്ചച്ചമ്മന്തിയോ? പാത്രം കിടന്ന് കറങ്ങുന്നു. കൊള്ളാം. നല്ല ഇഡ്ഡലി, നല്ല സാമ്പാർ, നല്ല ചട്നി. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെയായിട്ട് നോക്കിയ മെനു വലിയ റേറ്റ് ഇല്ല കേട്ടോ. സാധാരണ ഊട്ടിയിലെ ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര റേറ്റ് ഇല്ല. ചിക്കൻ കലക്കി 30 രൂപ, ബീഫ് കലക്കി 30 രൂപ, കലക്കി 20 രൂപ, എന്തോ കലക്കി, ഊത്തപ്പം 30 രൂപ, പ്ലെയിൻ ദോശ 2 എണ്ണം 50 രൂപയേ ഉള്ളൂ. കൊള്ളാമല്ലോ. അടുത്ത തവണ വരുമ്പോൾ ഞാനിവിടെ കയറും, ഉറപ്പ്. റസാഖ് ബിരിയാണി മെസ്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നു. അറുപ്പില്ല കേട്ടോ, അത്യാവശ്യം നീറ്റായിട്ടുള്ള ഹോട്ടൽ. ഇതെവിടെയായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നോക്കേ, കൊള്ളാം അല്ലേ. എന്തായാലും നമുക്ക് പോയൊരു ചായ കുടിക്കാം. ചായ കുടിച്ചതിന് ശേഷം കോയമ്പത്തൂർ ബസ് കയറാം. ഞാനിവിടെ ചായ കുടിച്ച ചായക്കടയിൽ നിന്നും മിൽക്ക വണ്ടർ കേക്ക് വാങ്ങി കേട്ടോ. ഇത് സത്യത്തിൽ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ. മുൻപൊക്കെ ടി വിയിൽ മീശമാധവനും CID മൂസയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം വരുമ്പോൾ ഇത് കാണുമായിരുന്നു, ഇതിൻ്റെ പരസ്യം കാണുമായിരുന്നു. ഇവിടുത്തെ ഒരു ചായക്കടയിൽ ഇത് കണ്ടപ്പോൾ ഒരു ഓർമ്മ, അതാണ് ഇത് വാങ്ങിയത്. 20 രൂപയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ വില. ഇപ്പോഴിതേപോലത്തെ ടേസ്റ്റുള്ള പലതരം കേക്കുകൾ കിട്ടുന്നുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഇവരാരെന്ന് തോന്നുന്നു ഇത് ആദ്യമായിട്ട് ഇറക്കിയത്. എന്തായാലും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ ഗൂഡല്ലൂർ വഴി, നിലമ്പൂർ വഴി, ഷൊർണൂർ വഴി അങ്ങനെ നാട്ടിലേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയം, കോയമ്പത്തൂർ വഴി അങ്ങനെ നാട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മേട്ടുപ്പാളയം വഴി പോകാമെന്നാണ്. മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ വഴി. കോയമ്പത്തൂരിൽ നിന്നും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, കേരള എക്സ്പ്രസ് ആണ്. കേരള എക്സ്പ്രസ് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നോർത്തിൽ നിന്നും തിരികെ വരുമ്പോൾ അലമ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ ട്രെയിനിൽ കയറാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് പോയിട്ട് പാലക്കാട് നിന്നും പാലരുവി എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് വിടാനാണ് പ്ലാൻ. ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുകൾ കോയമ്പത്തൂർക്കുണ്ട് കേട്ടോ, ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ KSRTC ഉണ്ട്, ഇതാകണ്ടില്ലേ, നമ്മുടെ KSRTC ഉണ്ട്. ഇതും കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. ഇത് പുറപ്പെടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമുക്ക് വേറെ ബസ്സിൽ കയറി പോവാം. ഇഷ്ടം പോലെ ബസ്സുണ്ട്, അതായത് കണ്ടില്ലേ, ഇതെല്ലാം കോയമ്പത്തൂർ പോകുന്ന ബസ്സുകളാണ്. ഈ 2 എണ്ണം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കണം കേട്ടോ. റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോഴാണ് നല്ലൊരു വ്യൂ ഉള്ളത്. റൈറ്റ് സൈഡിലെ സീറ്റ്, വിൻഡോ സീറ്റ് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ എന്തായാലും ഞാൻ തമിഴ്നാടിൻ്റെ ബസ്സിനകത്തേക്ക് കയറിയിരിക്കുവാണ്. കാലിയാണ്, ഇതാ കണ്ടില്ലേ, ആൺകൾ. നമ്മളങ്ങനെ ടയറിൻ്റെ നേരെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതിന് താഴെയായിട്ട് ടയറാണ് വരുന്നത്. എൻ്റെ അമ്മ, ഇതാരും തുറക്കാറില്ലേ, എന്ത് ടൈറ്റാ. യെസ്, അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറിയിരിക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് KSRTC ബസ്സിന് മുന്നേ പുറപ്പെട്ടിരിക്കുവാണ്.
പക്ഷേ ആദ്യം കോയമ്പത്തൂർ എത്തുന്നത് KSRTC ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ആ KSRTC. എന്തായാലും 11:15 ആയപ്പോഴും നമ്മുടെ ബസ് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ബസ് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ബസ്സാണ്. മലമുകളിലെ ഗ്രാമങ്ങളിലേക്കെല്ലാം ഉള്ള സർവീസാണിത്. കട്ട് ചേസ് ബസ്സാണ്, നീളം കുറഞ്ഞ ബസ്സാണ്. അതിലേക്ക് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. ഈ ടൈപ്പ് ബസ്സുകൾ ഇപ്പോൾ നിർത്തി വരുവാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോഴേ ഇങ്ങനത്തെ ബസ്സിൽ കയറാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വരിക. അതിന് പകരമായിട്ട് വന്ന ബസ്സാണ് ഈ ബസ്, ഈ കട്ട് ചേസ് ബസ്. പുതിയ ബസ്സാണ്. യാത്ര ചെയ്യാൻ നല്ലത് പുതിയ ബസ്സാണ്. പക്ഷേ എന്നാലും പഴയ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് പുതിയ ബസ്സിൽ കിട്ടില്ല. അങ്ങനെ നമ്മുടെ ബസ് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ പച്ച ബസ്സും നിർത്തി വരുവാണ്. ഇങ്ങനത്തെ പച്ച ബസ്സിന് പകരമായിട്ടുള്ള ബസ്സാണ് നമ്മളിപ്പോൾ പോകുന്ന ബസ്. നമ്മളിപ്പോൾ പോകുന്നതും പുതിയ ബസ്സാണ്. അപ്പോൾ ഇതേപോലത്തെ പഴയ തമിഴ്നാടിൻ്റെ ബസ്സിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വരിക. എപ്പോൾ വേണമെങ്കിലും അത് സർവീസ് നിർത്താം. സത്യത്തിൽ കുറച്ച് ദിവസം ഞാൻ ഊട്ടിയിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് പല പല യാത്രകൾ ചെയ്തിട്ട് തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് നാളൊന്നും ഞാൻ നിന്നില്ല, ഒരു 3-4 ദിവസം നിന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ നിന്ന് ജോലി ചെയ്തൊരു സ്ഥലമല്ലേ. ജോലി മീൻസ് വ്ളോഗിങ് ഒരു ജോലിയാണല്ലോ. അങ്ങനെ ഊട്ടിയിലെ ടൗണുകളിൽ നിന്നും മാറി മാറി ആ ഒരു തിരക്കെല്ലാം മാറി മാറി വരുമ്പോൾ ശരിക്കും മനസ്സിലൊരു ചെറിയൊരു വേദന. ഇനിയും വരാമല്ലോ, അടുത്ത് തന്നെയല്ലേ, എപ്പോഴും വേണേലും വരാമല്ലോ. ഞാനിപ്പോഴും തന്നെ ഊട്ടിയിലൊരു 4-5 തവണയായി വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്നത്. അപ്പോഴിനിയും വരാം, ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 80 രൂപയാണ് കോയമ്പത്തൂർ വരെ പോകുന്നതിന് ചാർജ്. അങ്ങനത്തെ എവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടേ. ഉദകമണ്ഡലം മുനിസിപ്പാലിറ്റി കഴിഞ്ഞു. അങ്ങനെ കണ്ടക്ടർ പറഞ്ഞത് ഇവിടെ നിന്നും 4 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് കേട്ടോ. ആ 4 മണിക്കൂർ യാത്ര കാണുമോ? എനിക്ക് തോന്നുന്നു ഹാൾട്ടിങ്ങും എല്ലാം കൂടെ ചേർത്തായിരിക്കും പറഞ്ഞത്. എന്തായാലും നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഊട്ടിയിലെ ആ ഒരു തിരക്കെല്ലാം മാറി കേട്ടോ. എന്നാലും അങ്ങിങ്ങായിട്ട് റൂംസിൻ്റെ ബോർഡെല്ലാം കാണുന്നുണ്ട്. റൂംസ്, ലോഡ്ജ് അങ്ങനത്തെ ബോർഡൊക്കെ കാണുന്നുണ്ട്. എന്നാലും ആ ഒരു വലിയ തിരക്കങ്ങ് മാറി. അങ്ങനെ നമ്മൾ തിരക്കുകളിൽ നിന്നെല്ലാം മാറി തേയിലത്തോട്ടത്തിനടുത്തുകൂടെയാണ് യാത്ര ചെയ്തു പോകുന്നത്. തേയിലത്തോട്ടം കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. എത്ര കണ്ടാലും മടുക്കില്ല. ആ ഒരു പച്ച കളർ കണ്ണിന് നല്ല കുളിർമയാണ്. അങ്ങനെ തേയിലത്തോട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയായിട്ടൊരു വ്യൂ പോയിൻ്റ് ആണ്, വാലി വ്യൂ. അങ്ങനെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. താഴോട്ട് ഒരുപാട് ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാലി വ്യൂയിലൂടെയാണ്. വാലി വ്യൂ. അങ്ങനെ ഈ വാലി വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, കുറേ ദൂരം ഉണ്ട് കേട്ടോ. കുറേ നേരം നമുക്ക് ബസ്സിലിരുന്ന് ഇങ്ങനെ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, ഊട്ടിയിൽ നിന്നും തിരികെ വരുമ്പോൾ റൈറ്റ് സൈഡിലിരിക്കണം, ഊട്ടിയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കണം. ഇതാ നമ്മൾ പോകുന്ന റോഡ് കണ്ടില്ലേ, വളഞ്ഞും പുളഞ്ഞും എല്ലാം അങ്ങോട്ടായിട്ട് കാണാം. നമുക്ക് മുന്നിലായി ആ ഒരു പച്ച കളർ ബസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ വ്യൂ പോയിന്റിൻ്റെ അടുത്തും ഇതാ കണ്ടില്ലേ, ചോളവും ബ്രെഡ് ഓംലേറ്റും ക്യാരറ്റും അതെല്ലാം കച്ചവടം ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. ഇവിടെ എല്ലാം വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തുമല്ലോ. അങ്ങനെ അവരെ ലക്ഷ്യമിട്ടുള്ള കച്ചവടങ്ങളാണ്. അല്ലാതെ ഇവിടുത്തെ നാട്ടുകാർ ബ്രെഡ് ഓംലേറ്റും ചോളവും മേടിച്ച് കഴിക്കത്തില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കെത്തി എന്നാണ് കേട്ടോ. കെത്തി. ഇത് റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ടോയ് ട്രെയിൻ സ്റ്റോപ്പുണ്ട്, അല്ലാതെ നമ്മുടെ നോർമൽ ട്രെയിൻ അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു റൂട്ടിലൂടെയുള്ള യാത്രയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിന് താഴെയായിട്ടാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷനും ആ ഒരു ഗ്രാമവും എല്ലാം ഉള്ളത്. ട്രാവലർ. അങ്ങനെ കെത്തി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ എല്ലനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുവാണ്. ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ചെറിയൊരു ടൗണാണ്. ടൗൺ എന്ന് പറയാനില്ല, ചെറിയൊരു കവല. ഇവിടെയായിട്ട് ചെറിയൊരു പ്രൈവറ്റ് ബസ് എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിവിടെ ഗ്രാമങ്ങൾ മാത്രമായിട്ട് കണക്ട് ചെയ്ത് ഓടുന്ന വണ്ടിയാണ് കേട്ടോ. അങ്ങനെ എല്ലനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെയും
ചെറിയൊരു വ്യൂ പോയിന്റ് എല്ലാം ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണാം കേട്ടോ, പച്ചപ്പും ഹരിതാപവുമുള്ള നല്ല മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ. അങ്ങനെ എല്ലനെല്ലിയിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ബസ്സിന് ലെഫ്റ്റ് സൈഡായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. പുതിയ പുതിയ ബിൽഡിങ്ങുകളുടെ എല്ലാം കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ലോഡ്ജോ റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവിടെ അതാണല്ലോ മെയിൻ ബിസിനസ്, ടൂറിസം. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ അറവൻകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ഹോസ്പിറ്റലും കണ്ടായിരുന്നു. ഇതെവിടെയായിട്ട് നോക്കേ, 407. ഈ ടൈപ്പ് ലോറികൾ ഇപ്പോൾ എവിടെ അങ്ങനെ കാണാനില്ല. എന്തായാലും കൊള്ളാം അല്ലേ. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ടോയ് ട്രെയിനിൻ്റെ ഒരു ട്രാക്ക് പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു പാലത്തിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. പാളം പോകുന്ന പാലത്തിന് താഴെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് ട്രാക്ക് പോകുന്ന പാലമാണ്. എന്തായാലും ഇങ്ങോട്ടേക്കുള്ള യാത്രയെല്ലാം നല്ല മനോഹരമാണ് കേട്ടോ. ഓരോരോ തനി ഗ്രാമങ്ങളും ഇതാ കണ്ടില്ലേ, പഴയ പഴയ കെട്ടിടങ്ങളും എല്ലാമായിട്ട് നല്ലൊരു ഫീലാണ്. വെറൈറ്റി അമ്പലമായിരുന്നല്ലോ കണ്ടത്. റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ബിൽഡിങ്ങുകളെല്ലാം ചെറുതായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ ഒരു വീടുകളും കെട്ടിടങ്ങളും എല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇവിടെ ബസ് നിർത്തിയിരിക്കുവാണ്. ഏത് സ്ഥലമാണെന്നറിയാൻ വയ്യല്ലോ. കടകളൊന്നും കാണുന്നില്ല ബോർഡ് വായിക്കാനേ, വീടുകളായിരുന്നു. നോക്കട്ടെ, അവിടെ ആയിട്ട് വെല്ലിംഗ്ടൺ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് വെല്ലിംഗ്ടൺ പോസ്റ്റ് ഓഫീസ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ. ഇവിടെ ആയിട്ടൊരു നല്ലൊരു അമ്പലമെല്ലാം ഉണ്ട്. കുറേ കൂടെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് കുന്നൂർ. അതായത് മേട്ടുപ്പാളയത്ത് നിന്നും ഈ കുന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് സ്റ്റീം എൻജിൻ വരുന്നത്. എന്നിട്ട് ഈ കുന്നൂരിൽ നിന്നും സ്റ്റീം എൻജിൻ മാറിയിട്ട് ഡീസൽ എൻജിൻ കയറും. അങ്ങനെ ഡീസൽ എൻജിൻ വെച്ചിട്ടാണ് കുന്നൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ട്രെയിൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരുന്നു. കുന്നൂർ കണ്ടില്ലേ, ഒരു പെട്രോൾ പമ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ ബസ്സിനപ്പുറത്തായിട്ടേ ഒരു പഴയ കെട്ടിടമുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ലേ, ആ ഓടിട്ട കെട്ടിടം, അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കുന്നൂരിൽ നിന്നും ഒരുപാട് ആൾക്കാർ ബസ്സിലേക്ക് കയറി. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്, KSEB അല്ല, ഇതാ നോക്കേ പഴയ ബസ് വരുന്നത്. ഇവിടെ റോഡിൻ്റെ നടുക്കായിട്ട് ഈ ഒരു പൈൻ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. വരിവരിയായിട്ടുണ്ട്. ആയിരുന്നു എന്ന് പറഞ്ഞത് ഏകദേശം കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കുന്നൂരെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതാ കണ്ടില്ലേ വ്യൂ പോയിന്റുകൾ. ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡാണല്ലോ. ഊട്ടി മല ഇറങ്ങി ആദ്യം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വ്യൂ പോയിന്റ് ബസ്സിന് റൈറ്റ് സൈഡായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കുവാണ്. അപ്പോൾ മനസ്സിലാക്കുക, കുന്നൂർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. നോക്കാം, എന്തെങ്കിലും കാണാതിരിക്കില്ല, പോയി നോക്കാം. ഇല്ല, നിരാശപ്പെട്ടില്ല. നമ്മുടെ റൈറ്റ് സൈഡിലും വ്യൂ പോയിന്റുകളുണ്ട്. ഇതാ കണ്ടില്ലേ, താഴെയായിട്ട് അതിവിശാലമായ തേയിലത്തോട്ടം. ഒരുപാട് ഏക്കർ കണക്കിനുണ്ട്. ഏക്കറല്ല, കിലോമീറ്റർ കണക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും പറയുവാണ്, റൈറ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ശരിക്കുമുള്ള വ്യൂ. നേരത്തെ ഞാൻ ഒന്ന് കുന്നൂർ എത്തിയപ്പോഴും ഞാൻ വിചാരിച്ചു ലെഫ്റ്റ് സൈഡിലേക്ക് വ്യൂ മാറുമെന്ന്. പക്ഷേ അല്ല, റൈറ്റ് സൈഡ് തന്നെയാണ് ശരിക്കും വ്യൂ ഉള്ള ആ ഒരു കാഴ്ചകളുള്ളത്. ഇതാ കണ്ടില്ലേ, താഴോട്ട് വലിയ കൊക്ക പോലെ കാണുന്നത് കണ്ടില്ലേ. വലിയ വലിയ ഹെയർ പിൻ ബെൻഡുകളും വളയ്ക്കുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു ഫീലാണ്. ഓക്കെ, വലിയ വലിയ മലനിരകൾ. മുകളിലായിട്ട് കണ്ടില്ലേ കോടമഞ്ഞെല്ലാം താഴേക്ക് ഇറങ്ങുന്നത്. ഇതാ കണ്ടില്ലേ, താഴെയായിട്ട് ദൂരെയായിട്ട് പരന്ന സ്ഥലം കാണാൻ സാധിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരിൻ്റെ ആ ഒരു ഭാഗമെല്ലാം ആയിരിക്കാം കാണുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം ആ ഒരു സ്റ്റീം എഞ്ചിൻ്റെ ട്രാക്ക് കാണാം. ഇടയ്ക്കിടയ്ക്കായിട്ടെല്ലാം നമുക്ക് അത് കാണാൻ സാധിക്കും. എന്തായാലും ഇങ്ങനത്തെ വലിയ വലിയ മലനിരകൾ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു അനുഭവമാണ്.
അങ്ങനെ നമ്മൾ കുറേ വളവുകളും തിരിവുകളും കഴിഞ്ഞ് വന്നതിന് ശേഷം ബർളിയാർ അങ്ങനെ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കഴിക്കാൻ വേണ്ടി നിർത്തിയതാണെന്നാണ് തോന്നുന്നത്. ഹാൾട്ടിങ് ആയിരിക്കാം. ഇവിടെയും ഹോം മെയ്ഡ് ചോക്ലേറ്റും പിന്നെ ഫ്രൂട്ട്സ് കടയും എല്ലാം കൂടെ ചേർന്നൊരു ചെറിയൊരു കവല. ഇതൊരു ഹെയർപിൻ ബെൻഡിലാണ് കേട്ടോ ഈ ഒരു സ്ഥലമുള്ളത്. ഇപ്പോൾ ഒരു ബസ് വളഞ്ഞു വരും. ബസ്സാണോ ലോറിയാണോ എന്തോ ഒരു സംഭവം വളഞ്ഞു വരുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ലോറി. ഇതാ കണ്ടില്ലേ വണ്ടികളെല്ലാം മുകളിൽ നിന്നും വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിരത്തി പിടിച്ച് കടകളാണ് കേട്ടോ. ഫ്രൂട്ട്സ് കടകളും അങ്ങനത്തെ പലതരം കടകളാണ്. മത സൗഹാർദ്ദം. ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു അമ്പലവുമുണ്ട്. അണ്ണൈ വേളാങ്കണ്ണി ചർച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ പള്ളിയുടെ പേര്. അമ്പലത്തിൻ്റെ പേര് പെരുവഴിയോ ശ്രീ പെരുവഴി പിള്ളയാർ തിരുക്കോവിൽ, അങ്ങനെയാണ് അമ്പലത്തിൻ്റെ പേര്. അത് തമിഴിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറിയോ? ഓടിച്ചെല്ലണം. അയ്യോ അങ്ങനെ നമ്മൾ ബസ്സിനകത്ത് ചാടി കയറി. ഇതാ ഒരു KSRTC ബസ് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അങ്ങനെ മലനിരകളുടെ ഉയരം കൂടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കുറേ താഴേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുന്തോറും തണുപ്പിൽ നിന്നും മാറി ആ ഒരു ചൂടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു ട്രാൻസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. താഴെയായിട്ട് പരന്ന പ്രദേശം കാണാൻ സാധിക്കും. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ മലയെല്ലാം ഇറങ്ങി വരുമ്പോൾ ഇവിടെയായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് വണ്ടി ചെക്ക് ചെയ്ത് മുകളിലേക്ക് കയറ്റി വിടുന്നത്. അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാ കണ്ടില്ലേ വണ്ടിയെല്ലാം തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുവാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മുടെ ബസ്സും ചെക്ക് ചെയ്തായിരുന്നു. ഇതെവിടെയായിട്ട് നോക്കേ ഒരുപാട് കവുങ്ങുകൾ, അടയ്ക്കാമരങ്ങൾ കൃഷി ചെയ്തിരിക്കുവാണ്. ഒരുപാടുണ്ട് കേട്ടോ. ഇതെവിടെ എല്ലാം നോക്കേ നല്ല സ്ലിമ്മായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ വരിയായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം മേട്ടുപ്പാളയം എത്തിയിരിക്കുവാണ്. മേട്ടുപ്പാളയം ടൗണിലൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെയായിട്ടെല്ലാം നോക്കിയ പഴയ കെട്ടിടങ്ങൾ, അതൊക്കെ ഇപ്പോഴും പ്രവർത്തനമാണ്. അങ്ങനെ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സത്യം പറയാമല്ലോ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ മുന്നേ ഒരു തണുപ്പുള്ള സ്ഥലത്ത്, തണുപ്പെന്ന് വെച്ചാൽ കമ്പിളി പൊതിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് നിന്നത്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് കാറ്റ് ബസ്സിനകത്തേക്ക് അടിക്കുന്നതേ നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം ടൗണിൽ നിന്നും മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുവാണ്. ബസ്സിൽ നിന്നും കൂടുതൽ ആൾക്കാർ ഇവിടെ ഇറങ്ങി. ബസ് ഇപ്പോൾ ഒരുവിധം കാലിയായിരിക്കുവാണ്. മേട്ടുപ്പാളയം അത്യാവശ്യം നല്ലൊരു ടൗണാണ്. ഹോണടിയുടെ ആ ഒരു വലിപ്പം കണ്ടില്ലേ? അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഹൈവേ റോഡിലൂടെ കോയമ്പത്തൂരേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അടിപൊളി റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഗാന്ധിപുരം എത്തിയിരിക്കുവാണ്. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ KSRTC ബസ്സെല്ലാം വരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന പല റൂട്ടിലേക്ക് പോകുന്ന KSRTC ബസ്സുകളെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ 11:15-നാണ് യാത്ര പുറപ്പെട്ടത്. ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് 2:45-നെത്തി. 11:15, 12:15, 1:15, 2:15, 3.5 മണിക്കൂറത്തെ യാത്ര. ഇനിയിപ്പോഴേ എന്തെങ്കിലും കഴിക്കണം കേട്ടോ, നല്ല വിശപ്പുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നും പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനുണ്ട്. ഇവിടെ നിന്ന് ട്രെയിനുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ഞാൻ നോക്കട്ടെ. ഈ ട്രെയിനിൻ്റെ സമയം എല്ലാം കൂടെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വട്ടാവും. ആലോചിക്കുമ്പം എനിക്കും വട്ടാവും. അപ്പോഴേ ഞാൻ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് അത് പറയാം, അതായിരിക്കും നല്ലത്. വൈകുന്നേരം 4:25-ന് ഒരു പാസഞ്ചറുണ്ട്. അത് ഷൊർണൂർക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോഴേ ഷൊർണൂർ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയുണ്ട്, രാജ്യറാണി എക്സ്പ്രസ്.
അതിൽ കയറി കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് 4:25 എടുക്കുന്ന വണ്ടി പാലക്കാട് വഴിയാണ് ഈ ഷൊർണൂർക്ക് പോകുന്നത്. അപ്പോഴങ്ങനെ പാലക്കാട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രി 8:30 അമൃത എക്സ്പ്രസ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാലും നാട്ടിലേക്ക് പോകാം. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും കഴിക്കാം ആദ്യം. ഇതാ കണ്ടില്ലേ KSRTC ബസ്സെല്ലാം സിഗ്നലിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി 110 രൂപ. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്കിപ്പോഴ് തമിഴ്നാട്ടിലെ ബിരിയാണികൾ കഴിച്ച് ഒരുവിധപ്പെട്ട തമിഴ്നാട് ബിരിയാണികളെല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഇപ്പോഴ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്കുള്ള ബസ് കിട്ടും. എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എങ്ങോട്ടേക്ക്? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. നമ്മൾ ഊട്ടിയിൽ നിന്നപ്പോൾ പച്ചപ്പും ഹരിതാപവും ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഒരു 2-3 മണിക്കൂർ മുന്നേ. ഇപ്പോഴും നോക്കേ, നഗരം, സിറ്റി, കോയമ്പത്തൂർ സിറ്റിയിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിന് അങ്ങോട്ടേക്ക് പോവാം. ഇതാ നോക്കേ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതാണൊക്കെ തോന്നുന്നത്. അതായത് എറണാകുളം ആ ഒരു പരിസരത്തൊക്കെ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. KSRTC ബസ്സുകൾ ചറപറ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ് ഏതാണെന്ന്. ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ ഡിസൈനുള്ളൊരു ബസ് കണ്ടില്ലേ, ഇത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന അറിഞ്ഞത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന അറിഞ്ഞത്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. പാട്ടൊക്കെ ഇട്ട് പൊളിക്കുവാണല്ലോ. തിയേറ്ററിനകത്ത് കയറിയവരുണ്ട്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. അതാ കണ്ടില്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്, പാലക്കാട് 50 കിലോമീറ്റർ. ഞാൻ പാലക്കാട് വഴി ഷൊർണൂരേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് 4:25 ട്രെയിൻ. 4 മണി ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ പോകുന്നത് വാളയാർ വഴിയെല്ലാമാണ്. വാളയാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റീം എഞ്ചിൻ വെച്ചിരിക്കുന്നത് കൊള്ളാം അല്ലേ. 37389 ലോക്കോ നമ്പർ. അങ്ങനെ ഞാൻ ഷൊർണൂർക്ക് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പാസഞ്ചർ ട്രെയിനാണ്. 25 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. പ്ലാറ്റ്ഫോം നമ്പർ 6 ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. ഞാനിങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം. എന്ന് വെച്ചാൽ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 4:25 കോയമ്പത്തൂരിൽ നിന്ന് എടുക്കേണ്ട വണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. 1 മണിക്കൂർ ലേറ്റായി. 5:30 എടുത്തത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് കുറച്ച് നേരം ഇരുട്ടി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആദ്യം നിർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ പോടന്നൂർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പോടന്നൂർ ജംഗ്ഷൻ അത് പ്രധാനപ്പെട്ടൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന് വെച്ചാൽ പോടന്നൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന പല ട്രെയിനുകളെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് കൊച്ചുവേളി, തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമല്ലോ, അതേപോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വേറൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മധുക്കരൈ എന്നാന്ന് തോന്നുന്നു ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അത് അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതിനടുത്തായിട്ട് വലിയൊരു മലയുടെ മുകളിലായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമുക്കൊരു ദിവസം അങ്ങോട്ടേക്ക് വരണം. ഇവിടേക്ക് മാത്രമായിട്ട് ഒരു ദിവസം വരണം. പിന്നെ ഇങ്ങോട്ടേക്കെല്ലാം വരുന്ന വഴിക്ക് നല്ല വലിയ മലനിരകളും ഈ മഴയുടെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് നല്ലതുപോലെ കോടമഞ്ഞും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് വാളയാർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഷൊർണൂർ വരെ ടിക്കറ്റ് എടുത്തെങ്കിലും ഞാൻ പാലക്കാട് ഇറങ്ങി. കാര്യമെന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് ടു കൊല്ലം IRCTCയിലൊന്ന് നോക്കിയപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അത് ബുക്ക് ചെയ്തു. അത് ഒരു പണി കിട്ടി, ഞാൻ പറയാം. രാത്രി 11:58 ട്രെയിൻ. തിങ്കളാഴ്ച മാത്രമുള്ള ട്രെയിനാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അങ്ങനെ 11:58 എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ 5 മണി അടുപ്പിച്ച് കൊല്ലം എത്തും. പക്ഷേ ഇന്ന് ആ വണ്ടി ഒരു 4 മണിക്കൂർ ലേറ്റാണ്. വണ്ടി രാവിലെ 4 മണി അടുപ്പിച്ചേ വരത്തുള്ളൂ. പോസ്റ്റായിപ്പോയി. ഇനിയിപ്പോഴെന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഇവിടെ പെയ്ഡ് വെയിറ്റിംഗ് റൂമുണ്ട്. 1 മണിക്കൂർ 30 രൂപയാണ് ചാർജ്. പെയ്ഡ് വെയിറ്റിംഗ് റൂമിൽ പോയി ഓരോ മണിക്കൂർ വീതം 30 രൂപ കൊടുത്ത് റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ട്രെയിൻ വരുമ്പോൾ ട്രെയിനിൽ കയറി പോവാം. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോഴെന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, അവിടെ റെസ്റ്റ് എടുക്കുക, നാട്ടിലേക്ക് വിടുക. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് 217 രൂപ 25 പൈസ. ബുക്കിങ്ങും എല്ലാം ചാർജും എല്ലാം കൂടെ ചേർത്ത് അത്രയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, 217 രൂപ 25 പൈസ തന്നെയാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.